വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ അതാ ഞങ്ങൾ ഇന്ന് റാസൽ ഖൈമയിൽ വെടിക്കെട്ട് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ വല്യപ്പാടെ വീട്ടിൽ പോയി അവരെയും കൂട്ടിയായിരിക്കും നമ്മൾ പോവുക. അതിന് മുന്നേ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാനുണ്ട്. അപ്പൊ അതാ ഞങ്ങൾ എല്ലാരും കൂടിയാണ് കേട്ടോ പോവുക. അപ്പൊ അതാ ഞങ്ങള് നീ അങ്ങോട്ട് പോട്ടെ, പോകുന്ന വഴി ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ട് അങ്ങ് പോകാം കേട്ടോ. അപ്പൊ ഇതാ ഞങ്ങളിതാ ചേട്ടായിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ചേട്ടായി വർക്ക് ഫ്രം ഹോമാണ്. കാക്കാങ്ങൾ അവിടെ എന്തോ ഫുഡ് ഉണ്ടാക്കുന്നു. മക്കളെ ഇതാ വീട്ടിലിരുത്തി ഞാനും ചേച്ചിയും ഇച്ചായനും കൂടി ധനസ്റ്റേ പോയി പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. ഓക്കെ, ഇതാ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോഴേക്കും എന്താ മക്കൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. എല്ലാവരും റെഡി ആയിട്ടുണ്ട് പോവാൻ. അങ്ങനെ ഇതാ ഞങ്ങൾ വെടിക്കെട്ട് കാണാൻ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി. മക്കളിതാ പുറത്തോടെ ഉണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങി. ഗേറ്റിൻ്റെ പൂട്ടുണ്ടേ? ഓഹോ ഇതാ ഞങ്ങൾ വണ്ടിയിൽ കയറുന്നു. ഇതാ അങ്ങനെ ഞങ്ങൾ വെടിക്കെട്ട് കാണാനായിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മള് ഇപ്പൊ വെടിക്കെട്ട് കാണാനായിട്ട് റാസൽ ഖൈമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങി. ഇപ്പൊ സമയം 3 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതാ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതാ നമ്മളിവിടെ വെടിക്കെട്ട് കാണാനായിട്ട് ഒരു സ്ഥലത്തെത്തി. ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. ടെന്റ് അടിച്ച് നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കാനുള്ള സ്പേസ് ഒക്കെ നമുക്കുണ്ട് കേട്ടോ. ഇപ്പൊ 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ നേരത്തെ എത്തി. ഇതാ അവിടെ ടെന്റൊക്കെ ശരിയാക്കുന്നു. ഇതാ അങ്ങനെ ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ടെൻ്റൊക്കെ വെച്ചു. പിള്ളേർക്ക് ചെയറൊക്കെ ഇട്ടു. ഞങ്ങളും ചെയറും ടേബിളൊക്കെ ഇട്ടു. അങ്ങനെ ഇതാ നമ്മളിരുന്ന് സ്നാക്സ് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ എത്തി. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ സ്നാക്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാ ഞങ്ങൾ ചായയും സമൂസയും കഴിക്കുന്നു. ഒരു ചേട്ടൻ ഇതാ ഞങ്ങൾക്ക് ഇവിടെ തന്നു. അപ്പോൾ ഇതാ ഞങ്ങളുടെ ചായ ഓഫ് ചെയ്തു. അതിനുശേഷം ഇതാ ഒരേ ഗ്ലാസ് ചായയും സമൂസയും കഴിക്കുന്നു. ഞങ്ങൾ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തു. ടെൻ്റൊക്കെ ഫിക്സ് ചെയ്തു. സമയം 6 മണി ആയിട്ടേ ഉള്ളൂ. ഇതാ ഞങ്ങൾ ഇനി ചീട്ട് കളിക്കാൻ പോവുകയാണ്. കുറച്ച് നേരത്തേന് വെറുതെ ഇരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചീട്ട് കളിക്കാൻ പോകുന്നു. കുറച്ച് നേരം എന്താ കളിയൊക്കെ കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആകാറായപ്പോഴത്തേക്കും എന്താ ഞങ്ങൾ തീ കത്തിച്ച് തുടങ്ങി കേട്ടോ. ചെറിയ തണുപ്പൊക്കെ വന്നു തുടങ്ങി. അപ്പം ഇനി ചൂടാനുള്ള സാധനങ്ങളൊക്കെ ചുട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആളുണ്ട് ഗ്രൗണ്ടിൽ. എല്ലാവരും ടെൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളും ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് പേര് ചീട്ട് കളിക്കുന്നുണ്ട്. അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവർ ഇതാ ഞങ്ങളിവിടെ ഇങ്ങനെ ഇറച്ചി ചുടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ നമ്മൾ സോസേജ് ചുടുകയാണ് കേട്ടോ. അപ്പം ഉണ്ടാക്കുന്ന ടേബിളിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. സോസേജ് ചുട്ട് കഴിഞ്ഞ് ഇതാ ചിക്കൻ ചുടുന്നുണ്ട്. അതിനിടയ്ക്ക് ഇതാ നമ്മൾ കഴിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ചുടലും കഴിക്കലെല്ലാം ഒരുമിച്ച് തന്നെ നടത്തുന്നുണ്ട്. കാരണം തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് സാധനങ്ങൾക്ക് ചൂടാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്ന നമ്മളിതാ കഴിച്ച് പോകുന്നുണ്ടേ. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നേരത്തെ തന്നെ ഫുഡൊക്കെ കൊടുത്തിരുന്നു. അതുകൊണ്ട് ഇതാ അവർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി നമ്മൾ വലിയവരെല്ലാവരും ഇതാ ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ അവിടെ അപ്പുറത്തൊക്കെ സൈഡുകളിൽ കൂടിയൊക്കെ ചെറുതായിട്ട് ഫയർ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ക്ലിപ്പിങ്സ് ആണ് കേട്ടോ. നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇരിക്കുന്നിടത്ത് ഇരുന്ന് കാണാവുന്നതാണ് കേട്ടോ.
എല്ലായിടത്തുനിന്നും നല്ല ഓളിയത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, ടെൻറ്റിൽ താമസിക്കുന്നവരൊക്കെ. അപ്പം നമ്മളും വെച്ചിട്ടുണ്ട് പാട്ട്, അതേപോലെ നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി ഓളിയം ഞാനിവിടെ മ്യൂട്ട് ചെയ്തേക്കാണ് കേട്ടോ. ഇപ്പം സമയം കൃത്യം 12 മണി ആവാറായിട്ടുണ്ട്. ന്യൂ ഇയറിൻ്റെ വെടിക്കെട്ട് ഇപ്പം തന്നെ തുടങ്ങും കേട്ടോ. അത് കേറില്ലേ ചാ? ചായ ഇവിടെ ഇരിക്കുന്നു, ചായ കഴിയുമ്പോ പിടിക്കാമോ? വീഡിയോ പിടിക്കാമോ? ഞാനത് കിട്ടാൻ വന്നേരാം.
എന്റെ കൈ പിടിച്ചാൽ മതിയല്ലോ. അപ്പൊ ഞങ്ങളുടെ 2024 അവസാനിച്ചതാ 2025 നമ്മൾ കയറിയിരിക്കുന്നു. കേക്ക് മുറിച്ചതാ നമ്മൾ ഇവിടെ 2025 പ്രവേശിക്കും. പ്രായം ചെന്ന കാക്കായും ഏറ്റവും പ്രായം കുറഞ്ഞ ഹേർന്നും തരാം തരാം തരാം. നീ ആ നാക്ക് കൈയിട്ടല്ലേ? കേക്ക് അവന്റെ കൈ ഇറങ്ങിപ്പോയി. കേക്കൊക്കെ തരും. ഇത് കാക്കാങ്കളി പ്ലീസ് പ്ലീസ് പറഞ്ഞു കേട്ടെ. കേക്കുണ്ടല്ലോ. വേണ്ട വേണ്ട വേണ്ട, താഴെ പോവും. ഞങ്ങളെല്ലാവരും കയറി കിടന്നു. ഇത് ടെൻറ്റിലാണ് കേട്ടോ ഞങ്ങളിവിടെ. ഇതാ ടെൻ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതാ ബാക്കിയുള്ളവർ ഇതാ അവിടെ ഒരു ടെൻ്റുണ്ട്, ആ ടെൻറ്റിലുണ്ട്. അപ്പോൾ രാവിലെ കാണാം. അപ്പോൾ ഇതാ ടെൻറ്റിൽ നിന്ന് ഞാനും ചേട്ടായി മാത്രം പുറത്തിറങ്ങി. ഓരോരുത്തരായി ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നാളത്തിനുള്ളിൽ നിന്ന് തലയിട്ടത് ഒരാൾ. മകനാ അല്ല ഭാര്യയുടെ കൈയാണ്. ഒന്നും പറഞ്ഞില്ല. ഹാപ്പി ന്യൂ ഇയർ മൈ ഡാർലിംഗ്. ഞങ്ങൾ തിരിച്ച് പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ ഒരു അതാ ഞങ്ങൾ ഇവിടെ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. പൊങ്ങി വരുന്നു. അതാ ഞങ്ങൾ ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റി അതാ ഞങ്ങൾ ഇനി പോകാനായിട്ട് തുടങ്ങുന്നു ഹോമിലേക്ക്. ആ അപ്പൊ ദാ ഞങ്ങള് വീട്ടിലേക്ക് ഇനി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും തന്നെ അത്യാവശ്യം പോയി കഴിഞ്ഞു. I have 3 chocolates and cars and light. Me too. Barbie. ഇനി പോകുന്ന വഴിയുള്ള ചായ കുടിക്കണം. Oh, see. ആരെന്നാ പറഞ്ഞെന്നാ? Do that. ഇപ്പം നമ്മള് അജ്മൽ ചേട്ടായുടെ വില്ലയിലേക്കാണ് കേട്ടോ പോവുക. നേരെ ഇനി വില്ലേജ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വില്ലയിൽ എത്തിച്ചേർന്നു. മക്കളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. നിന്റെ ഷൂ ഇട്ടോണ്ട് ഇറങ്ങുമാനെ. ഞങ്ങള് ക്യാമ്പിങ്ങിന് പോയിട്ട് വന്നതിൻ്റെ സാധനങ്ങളൊക്കെ അതാ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇനി എല്ലാം ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. ക്യാമ്പിങ്ങിൻ്റെ ബാക്കി ഇതാ ഞങ്ങൾ ഇവിടെ നടത്തുന്നു. വീടിൻ്റെ മുറ്റത്ത് തന്നെ ഞങ്ങൾ അടുപ്പൊക്കെ കൊണ്ടുപോയത് ഫിക്സ് ചെയ്തു. അതിനുശേഷം അവിടെ വെച്ച് തന്നെ കൊണ്ടുപോയതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ചൂടാക്കുന്നു. മുട്ട ഓംപ്ലേറ്റ് അടിക്കുന്നു, കട്ടൻ ചായ വെക്കുന്നു. എല്ലാവരും കൂടി കൂടിയിരുന്ന് കഴിക്കാം എന്നാണ് പ്ലാൻ. പുൾസയാണോ? ചെറിയ ചിക്ക. ഒന്നല്ല 2 തുണ്ട്.
തൊണ്ട് മിക്സ് ആയി. തൊണ്ടക്ക് ഇങ്ങനെ എടുക്കാം, അതുണ്ടോ? ഒരു പീസ് കൂടെ ഉണ്ട്, ഒരു പീസ് കൂടെ ഉണ്ട്. തൊണ്ടെന്ന് പറഞ്ഞാൽ അറിയോ? കാക്കയെ കാണുമ്പളേ ഇതുണ്ടല്ലോ ഹോട്ടലിൽ ചോറ് വന്നിട്ട് മീൻ മത്തി വേണം ചാറ വേണം ചേട്ടാ. എന്ത് വീഡിയോഗ്രാഫി ചെയ്തത്? ചിക്കനൊക്കെ എടുത്തല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. യവന്മാര് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കലും നടക്കുന്നു. നമുക്ക് ഇങ്ങോട്ട് വെച്ചാലോ. ഹലോ ഹലോ ഹലോ. ഹാപ്പി ന്യൂ ഇയർ. Happy New Year. Happy New Year. കാക്കോട്ട് കയറുന്നേ. Happy New Year food. ഇതാ അവിടെ ഒരു ടെൻറ്റ് കഴുകി വെച്ചിരിക്കുന്നു. കസേരകൾ ഒക്കെ കഴുകി, ടേബിൾ കഴുകി. ഇതാ അടുത്ത ടെൻറ്റ് ഇതാ ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നു. ചെറുക്കന്മാർ രണ്ടുപേരും ഇതാ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോന്നോരോന്നായിട്ട് ഇതാ നമ്മൾ കഴുകി കയറ്റുകയാണ് കേട്ടോ. ഇന്നായിരുന്നു ആ സുദിനം. ഇനി എന്നാവോ ഇതിന് വീണ്ടും വരുന്നത്? ആദ്യച്ചേട്ടനെ കൂടെ മറ്റേ വീഡിയോ എടുക്കണ്ടായിരുന്നു. അതെ, ചെരുപ്പല്ലേ? അതെ, 2000 എന്തോ പറ്റി? ബോധോദയം വന്നതാണോ? വൃത്തിയാക്കലിന് പ്രേതം കൂടിയിരിക്കുന്നത്. ഒരു ദിവസത്തേക്കുള്ള പ്രേതം കൂടല്ല, ബാധ കൂടിയത്. ഇതാ ഇന്നത്തെ ക്ലീനിങ് ഡേ ആദ്യയുടെ വക. എന്തിയുടെ അച്ചയുടെ ചെരുപ്പ് മാത്രം കഴുകാത്ത പുറം കഴുകാലോ? പുറത്തുനിന്ന് വെള്ളം ഇറങ്ങുമോ ചേച്ചി? ടെൻറ്റിൽ പോയിട്ട് വന്നപ്പോൾ ആദ്യതാ ഉള്ള ചെരുപ്പ് എല്ലാവരുടെയും തേച്ച് കഴുകി ഉണങ്ങാൻ വെച്ചിരിക്കുന്നു. മടുത്തിരിക്കുന്ന ആദ്യം. വണ്ടി ക്ലീൻ ചെയ്ത് മടുത്തിരിക്കുന്ന കുറേ മനുഷ്യർ. ക്ലീൻ ഇത് പോളിഷ് ആണല്ലേ? പറഞ്ഞോ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. ഞാൻ BBC-ക്ക് വേണ്ടി പറയുമല്ലോ. എന്താ ഞങ്ങളുടെ അടുത്ത വണ്ടി കഴുകാനായിട്ട് കയറ്റിയിട്ടുണ്ട്. എന്താ വണ്ടി കഴുക്കൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ബിരിയാണിയും ഫ്രൈഡ് റൈസും വരുന്നുണ്ട് ഇന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ അതാ ഞങ്ങൾ ബിരിയാണി കഴിക്കുന്നു, മക്കളവിടെ ഫ്രൈഡ് റൈസും കഴിക്കുന്നു. ന്യൂ ഇയർ ലഞ്ച്. ന്യൂ ഇയർ ലഞ്ച്. യെസ് യെസ്. ആ ഇരുന്ന് വെച്ചു, ഇരുന്ന് വെച്ചു. ആ ചേച്ചി എൻ്റെ കൈ ഒന്ന് മടക്കി കൊടുക്കാം. ഇതാ അപ്പം അങ്ങനെ നമ്മൾ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം വൈകുന്നേരം 6 മണി, 2025 ജനുവരി 1-ാം തീയതി വൈകുന്നേരം 6 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, ഹാപ്പി ന്യൂ ഇയർ.